എല്ലാവർക്കും നമസ്കാരം. പ്രാർത്ഥനാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾ ചോദിച്ച കുറച്ച് ചോദ്യങ്ങൾക്കുള്ള ഉത്തരമായിട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ടിപ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ ഈ വീഡിയോയിൽ. അതുപോലെ തന്നെ ഈസി ആയിട്ടുള്ള റെസിപ്പിയും കൂടി ഉണ്ട് ഇതിൽ. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം, എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയാം കേട്ടോ. അപ്പോൾ പുതുതായി വന്നവർ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി ചെയ്യണേ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ കാണാം. ആദ്യത്തെ ടിപ്പ് കുറേ പേര് എപ്പോഴും ചോദിക്കുന്നതാണ്. അപ്പോൾ ഞാൻ കുറേ കമൻസായി കാണുന്നു. സൺഫ്ലവർ ഓയിലിൻ്റെ ബോട്ടിൽ എങ്ങനെയാണ് ക്ലീൻ ചെയ്യുക എന്നുള്ളത്. ആ ഒരു ബോട്ടിൽ നമുക്കറിയാം വെളിച്ചെണ്ണയൊന്നും പോലെയല്ല, അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു പശപ്പശപ്പ് പോലെയാണ്. ആകെ ഇങ്ങനെ ഒരു ഒട്ടി പിടിച്ചിട്ട് ബോട്ടിൽ ക്ലീൻ ചെയ്യാൻ നമ്മൾ നോർമലായിട്ട് കഴുകുന്ന പോലെ ഒന്നും കഴുകിയാൽ പറ്റില്ല. അപ്പോൾ അതിനുള്ള ഒരു ഐഡിയ ആണ് കേട്ടോ പറയുന്നത്. ഇതുപോലെ ഒരു ചെറിയ പാത്രത്തിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡ എടുക്കുക, അതിലേക്ക് കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ പതഞ്ഞ് വരും. അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് നമ്മൾ യൂസ് ചെയ്യുന്ന ഡിഷ് വാഷും കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്യാം. ഈ ഒരു മിക്സ് വെച്ചിട്ട് നന്നായിട്ട് ആ ഒരു ബോട്ടിലിൻ്റെ പുറം ഭാഗവും അതുപോലെ ഉള്ളിലൊക്കെ ഒന്ന് നന്നായിട്ട് കഴുകിയെടുക്കുക. അപ്പോൾ നിങ്ങൾ സാധാരണ ബോട്ടിലിൻ്റെ ഉള്ളിൽ ക്ലീൻ ചെയ്യുന്ന ബ്രഷില്ലേ, അത് വെച്ചിട്ട് ക്ലീൻ ചെയ്യാം. കുറച്ച് സമയം ഇങ്ങനെ തേച്ച് വെച്ചിട്ട് കഴുകിയാലും മതി. അപ്പോൾ നന്നായിട്ടൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഞാനൊരു പഴയ ബോട്ടിൽ അവിടെ എടുക്കുന്നുണ്ടായിരുന്നത് തപ്പിയെടുത്ത് കൊണ്ടിട്ട് കഴുകി കാണിക്കാൻ കേട്ടോ. എൻ്റെ കയ്യിൽ വേറെ അങ്ങനെ ഇല്ല, പിന്നെ കഴിഞ്ഞതില്ല, അതുകൊണ്ടാണ്. അപ്പോൾ അതാ നന്നായിട്ട് തന്നെ ഒരുവിധം വൃത്തിയായി നമുക്ക് കിട്ടും. അപ്പോൾ ഞാൻ ഒരുപാട് ടിപ്സൊക്കെ ട്രൈ ചെയ്തിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയ ഒരു ടിപ്പാണ് ഇപ്പോൾ ട്രൈ ചെയ്ത് നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാം കേട്ടോ. ഇനി അടുത്തതും ഇതുപോലെ തന്നെ കുറേ ആയിട്ട് ചോദിക്കുന്നതാണ്. നമ്മുടെ ടൈൽസിലൊക്കെ എന്തെങ്കിലും കറകൾ വന്നിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയാണ് കളയുക എന്നുള്ളതാണ്. ഇപ്പോൾ ഇത് ഞാൻ ഈ ചെടിച്ചട്ടിയുടെ അടിയിൽ ഒരു ബേസായിട്ടൊന്നും വെക്കാത്തതുകൊണ്ട് അവിടെ അങ്ങനെ കറ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രയ്ക്കും നല്ല ഒരുപാട് ഉണ്ടായിരുന്നു, ഞാനത് കളഞ്ഞതാണ് കേട്ടോ. ഇപ്പോൾ അതേ വീണ്ടും കുറച്ച് വന്നതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഏതെങ്കിലും രീതിയിലുള്ള കറകളൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു സെയിം മിക്സ് ഇല്ലേ, ബേക്കിംഗ് സോഡയും വിനാഗിരിയും ഡിഷ് വാഷും വെച്ചിട്ടുള്ളത്, ആ ഒരു സെയിം മിക്സ് തന്നെ നന്നായിട്ട് തേച്ചിട്ട് ഒരു അരമണിക്കൂർ വെച്ചിട്ട് കഴുകി കഴിഞ്ഞാൽ അപ്പോൾ നന്നായിട്ട് ടൈൽസിലുള്ള കറകളൊക്കെ പോയിട്ട് നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഈ ഒരു ഡൗട്ട് ചോദിച്ചവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ ഇത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ. അടുത്ത ടിപ്പ്, പാൽപ്പൊടി നമ്മൾ എടുത്തു വയ്ക്കുമ്പോൾ അത് പെട്ടെന്ന് കട്ട പിടിക്കുന്നു, അതുപോലെ അതിൻ്റെ ആ ഒരു ക്വാളിറ്റിയൊക്കെ നഷ്ടപ്പെട്ടിട്ട് ഇങ്ങനെ പാൽ ശരിയാവാത്ത പോലെ വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കമൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ള ഒരു വഴി എന്ന് പറഞ്ഞാൽ നമ്മൾ വലിയ പാക്കറ്റിലായിരിക്കുമല്ലോ അത് വാങ്ങുന്നത്, ആ ഒരു പാക്കറ്റിൽ നിന്ന് കുറച്ച് മാത്രം നമ്മൾ ഇതുപോലെ കണ്ടെയ്നറിലേക്ക് ഇട്ട് വയ്ക്കുക. അതായത് ഒരുപാട് എയർ ടൈറ്റ് കണ്ടെയ്നർ ആണെങ്കിൽ കൂടിയും നമ്മൾ അതിലേക്ക് മാറ്റാണ്ടിരിക്കണം നല്ലത്. ആ ഒരു പ്ലാസ്റ്റിക് കവറിൽ തന്നെ എയർ ടൈറ്റ് ആയിട്ട് വെച്ചാൽ മതി. അപ്പോൾ കുറച്ചുകൂടെ നാൾ നന്നായിട്ട് തന്നെ പാൽപ്പൊടി ഇരിക്കുന്നതായിട്ട് എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ വലിയ പാക്കറ്റൊക്കെ വാങ്ങുമ്പോൾ ഇതുപോലെ കുറച്ച് മാത്രം എടുത്ത് മാറ്റിയിട്ട് ബാക്കിയൊക്കെ നന്നായിട്ട് എയർ കളഞ്ഞ് നല്ല ടൈറ്റായിട്ട് റബ്ബർ ബാൻഡ് ഇട്ടിട്ടോ അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒട്ടിച്ചിട്ടോ എങ്ങനെയാണെങ്കിൽ വെക്കുക. എന്നിട്ട് ആവശ്യത്തിനനുസരിച്ച് കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ പകർത്തിയെടുത്താൽ മതി. ഒന്നിച്ച് വലിയ എയർ ടൈറ്റ് നമ്മൾ ബോക്സിലിട്ട് വെച്ചാൽ തന്നെ അത് ഇങ്ങനെ എപ്പോഴും നമ്മൾ തുറന്ന് ഇങ്ങനെ എടുക്കുന്ന സമയത്ത് അതിലേക്ക് ഇങ്ങനെ എയർ വരുമ്പോഴാണെന്ന് തോന്നുന്നു പെട്ടെന്ന് തന്നെ ഇങ്ങനെ കട്ട് ചെയ്യണം പോലെ എനിക്ക് തോന്നാറുണ്ട്. അതുപോലെ ലാസ്റ്റ് ആകുമ്പോഴേക്കും അതിൻ്റെ ആ ഒരു ക്വാളിറ്റി ഒക്കെ കുറയുന്ന പോലെയും തോന്നും. അപ്പോൾ നമ്മൾ ആ ഒരു കവറിൽ തന്നെ വെക്കുക കേട്ടോ. അത് എന്നിട്ട് ആവശ്യത്തിന് ഇപ്പോൾ ഒരാഴ്ചയ്ക്കുള്ളതൊക്കെ വേണമെങ്കിൽ എടുത്ത് പുറത്ത് വയ്ക്കുക. അങ്ങനെ യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഇത്രയ്ക്കാണ് എനിക്ക് അറിയാവുന്നത്. അടുത്ത ടിപ്പ്, നമ്മൾ തക്കാളിയുടെ ഒരു സീസൺ ആകുമ്പോഴോ അല്ലെങ്കിൽ വില കുറവിനൊക്കെ കിട്ടുമ്പോഴോ കുറച്ചധികം വാങ്ങാറുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് കേടാവാണ്ട് സൂക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പോൾ കുറേ പേരിൻ്റെ അടുത്ത് അതും ചോദിക്കുന്നത് തന്നെയാണ്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ തക്കാളി എടുത്തിട്ട് നന്നായിട്ടൊന്ന് കഴുകി തുടച്ചിട്ട് ഇതുപോലെ ആ ഒരു ഞെട്ട് ഭാഗം വരുന്ന ആ ഒരു ഭാഗത്ത് കുറച്ച് ഓയിലൊന്ന് തടവി കൊടുക്കുക. ഓയിലാക്കിയിട്ട് നമ്മളിതുപോലെ എയർ കടക്കുന്ന ഒരു ബാസ്ക്കറ്റിലിട്ട് വെക്കുകയാണെങ്കിൽ ഒരു 10 ദിവസം വരെ ഒന്നും കേടാവില്ല. പിന്നെ നമ്മളിങ്ങനെ ചെയ്യുന്ന തക്കാളികൾ ഇങ്ങനെ കേട് വന്നതാവരുത്, നല്ല ഫ്രഷ് ആയിട്ടുള്ള തക്കാളികൾ ഇങ്ങനെ ചെയ്യുക കേട്ടോ. ബാക്കി ഇങ്ങനെ ചെറിയ കേടൊക്കെ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ യൂസ് ചെയ്ത് തീർക്കുക. എന്നിട്ട് നല്ലത് ഇതുപോലെ വയ്ക്കുക. അടുത്തതായിട്ട് ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. ടൊമാറ്റോ വെച്ചിട്ട് ഇതുപോലെ 2 തക്കാളി കഴുകി നമ്മൾ ആ 8 ഭാഗം കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെ ഗ്രേറ്റ് ചെയ്യുമ്പോൾ നല്ല നൈസായിട്ട് കിട്ടും. അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് ചിലപ്പോൾ ഇങ്ങനെ തൊലി വരും, അത് നമ്മൾ കളയാം കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് 2 അല്ലി വെളുത്തുള്ളിയും കൂടെ ഇതുപോലെ ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതുപോലെയാണ് കിട്ടിയിട്ടുള്ളത്. ഞാനിതൊരു വലിയ പാത്രത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെ നമുക്കതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കണം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ കുറച്ച് ഉപ്പ്. ഇനി ഗരം മസാലയുടെ പൊടി നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലേശിട്ട് കൊടുത്തോളൂ കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. ഏതെങ്കിലും ഓയിൽ മതി, വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ഏതായാലും മതി കേട്ടോ. എന്നിട്ട് നമുക്കിതിലേക്ക് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഗോതമ്പ് പൊടി ഞാനൊരു 1.25 കപ്പാണ് എടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾ എടുക്കുന്ന പൊടിക്കനുസരിച്ച് ചെറിയ വ്യത്യാസം ഉണ്ടാകും. നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കില്ലേ, അതേ രീതിയിലൊന്ന് നന്നായിട്ട് കുഴച്ചിട്ട് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക.
നന്നായി കുഴച്ചെടുത്ത ഈ ഒരു മാവ് ഒരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിനുശേഷം എടുത്തിട്ട് നമുക്ക് ഇതുപോലെ നമ്മൾ ചപ്പാത്തിക്ക് ചെറിയ ചെറിയ ബോൾസ് ഉണ്ടാക്കില്ലേ, അതേപോലെ ഉണ്ടാക്കിയെടുക്കാം. ഇനി താഴെ മുകളിലൊക്കെ ലേശം പൊടി തടവിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലായിട്ട് ഒരു ഭാഗത്ത് മതി കേട്ടോ ഇതുപോലെ കുറച്ച് വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ നെയ്യ് ഉരുക്കിയിട്ട് അതോ എന്തെങ്കിലും ഒന്ന് ഇങ്ങനെ തടവി കൊടുക്കണം. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മുടെ ഗോതമ്പ് പൊടി തന്നെ ലേശം ഒന്ന് ഇങ്ങനെ തൂക്കി കൊടുക്കുക. എന്നിട്ട് എല്ലായിടത്തേക്കും ഒന്ന് സ്പ്രെഡ് ആക്കുക. എന്നിട്ട് അതിൻ്റെ നടു ഒന്ന് മടക്കി കൊടുക്കുക കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലും ലേശം ഓയിലും കൂടെ ഒന്ന് തടവി കൊടുക്കുക. അതിനുശേഷം നമുക്ക് വീണ്ടും ആ ഒരു പൊടി കുറച്ചൊന്ന് തൂക്കി കൊടുക്കണം. എല്ലായിടത്തേക്കും ഒന്ന് കൈവച്ച് ആക്കി കൊടുക്കുക കേട്ടോ ആ ഒരു പൊടി തടവുന്ന സമയത്ത്. അതിനുശേഷം ഇതൊന്നുകൂടെ മടക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ പോലെ ഏകദേശം കിട്ടും. ഇനി നമുക്ക് ഇത് നേരത്തെ പരത്തിയ പോലെ തന്നെ ചപ്പാത്തി പരത്തുന്ന പോലെ ഒന്ന് പരത്തിയെടുക്കുക. അപ്പോൾ ഈ ഒരു ഷേപ്പ് ഒന്ന് വലുതാവട്ടെ. ഇനി ഇതുപോലെ തന്നെ ബാക്കി എല്ലാ ബോൾസും നമുക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ ഞാൻ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു ഫ്രൈങ് പാൻ വെച്ചിട്ട് ലേശം നെയ്യൊന്നാക്കി കൊടുക്കുക. നെയ്യ് അല്ലെങ്കിൽ ഓയിലായാലും മതി. അതിനുശേഷം നമ്മുടെ ഈ ഒരു ചപ്പാത്തികൾ ഒരു 3 എണ്ണമൊക്കെ ഒരെണ്ണത്തിൽ ഒരു ട്രിപ്പിൽ ഇട്ട് കൊടുക്കാൻ പറ്റും. ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് തിരിച്ചു മറിച്ചൊക്കെ ഇട്ടൊന്ന് കുക്ക് ചെയ്യുക. നമ്മൾ സാധാരണ ചപ്പാത്തിയൊക്കെ ചെയ്യില്ല, അതേപോലെ തന്നെ നമ്മൾ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് അത് കറക്റ്റ് ഇങ്ങനെ പൊന്തി വരുള്ളൂ കേട്ടോ. അപ്പോൾ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഇതാ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുറച്ച് പുളിയും എരിവും ഒക്കെയുള്ള ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റുള്ള ടൊമാറ്റോ ചപ്പാത്തികൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്നും നമ്മൾ സാധാരണ ചപ്പാത്തിയല്ലേ കഴിക്കുക, അതിൽ നിന്നും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സ്മെല്ലും ടേസ്റ്റും ഒക്കെയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. കറിയൊന്നും ഇല്ലെങ്കിലും നമുക്ക് ഈവനിങ് ടൈമിലൊക്കെ വെറുതെ കടിച്ച് തിന്നാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടിയും കുറച്ചൊക്കെ ചെയ്യുക. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ എൻ്റെ ഈ ഒരു കൊച്ചു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അതുപോലെ ഇന്ന് ഷെയർ ചെയ്ത് തന്ന ടിപ്പുകൾ നിങ്ങൾക്ക് യൂസ്ഫുള്ളായെന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഒരെണ്ണെങ്കിലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ പ്ലീസ് ഈ വീഡിയോന് ഒരു ലൈക്ക് തരണേ. ഇത് നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. അതുപോലെ പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ഇപ്പോൾ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഓൾ എന്നുള്ളൊരു ഓപ്ഷനും എനേബിൾ ആക്കുക. അപ്പോൾ നോട്ടിഫിക്കേഷൻസൊക്കെ കറക്റ്റായിട്ട് കിട്ടും. പിന്നെ ഞാൻ ഇന്നലെയും ഒരു നല്ല വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, കാണാത്തവർ കണ്ടു നോക്കാം കേട്ടോ. ഇതിൻ്റെ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം. നിങ്ങൾ ചോദിച്ച കുറച്ച് ഡൗട്ട്സൊക്കെ അതിലും ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ്. അപ്പോൾ കണ്ടില്ലെങ്കിൽ പിന്നെയും ചോദിക്കല്ലേ, അതുകൊണ്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇനി ഇതുപോലത്തെ നല്ലൊരു റെസിപ്പിയോ അല്ലെങ്കിൽ അതുപോലെ കുറച്ച് ടിപ്സൊക്കെ ആയിട്ട് വീണ്ടും നാളെ വരാം, ഇതുപോലെ വൈകുന്നേരം. അപ്പോൾ എല്ലാവർക്കും നന്ദി. കീപ്പ് വാച്ചിങ്, കീപ്പ് സപ്പോർട്ടിങ്. താങ്ക് യു.